കാണാതിരിക്കാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ബാക്കിലോട്ട് തിരിഞ്ഞു നിൽക്കുമെന്ന് ചോദിച്ചു. ഇവനെല്ലാം ഓവറാക്കും. ഞാൻ കണ്ട മൂർക്കമ്മന്ന് പറയും. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ് ഭയങ്കരമായ ആള്. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഇവൻ പ്യാനൊരു ടർക്കി ഇട്ടുട്ടാ. എന്നാലും എന്റെ സാബുവേ, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ചാൽ ശരിയായില്ല. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ടർക്കിയുടെ ഒക്കെ ആവശ്യം? എന്തായാലും എനിക്ക് സാധനം കാണാനുള്ളതല്ലേ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ടർക്കി എന്തിനാ ചേട്ടാന്ന് വെച്ചു. ചേച്ചി ഞാൻ ഫസ്റ്റ് ടൈം ആണ്, എനിക്ക് ഭയങ്കര ചമ്മലാണ്. എത്ര കാലം എന്ന് വെച്ചാ എനിക്ക് അവരൊക്കെ കാണുമ്പോ തന്നെ മുട്ടിടിയാണ്. നമ്മളെക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ. അതുകൊണ്ട് നമ്മൾ ടർക്കി ഒന്നും വേണ്ട, ടർക്കി മതി, ലൈറ്റ് ഓഫ് ആക്കാൻ തോന്നുന്നു. അവിടെ കണ്ടൊരു തോടിൽ നേരിച്ച് ഇവിടെ തുടങ്ങി മുണ്ടുപൊക്കി പിടിക്കണോ? എനിക്കാണെങ്കിൽ ആളിന്റെ സാമാനം ഫസ്റ്റ് കണ്ടേ പറ്റൂ. ഞാൻ ഇവന്റെ അണ്ടി കാണാതിരിക്കാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ബാക്കിലോട്ട് തിരിഞ്ഞു നിൽക്കുമെന്ന് ചോദിച്ചു. ഇവനെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് തോന്നിയവാസവും കാണിക്കാനും അതുപോലെ തന്നെ പറയാനും ഇല്ലാത്ത സ്ത്രീകളുടെ എണ്ണം ഇപ്പം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഒരുമ്പെട്ട് നടക്കുകയാണ് ഇതുപോലുള്ള അവറ്റകൾ. ഇവളുമാർക്ക് പണം മാത്രം മതി, റീച്ച് മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്ത്രീയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇവരുടെ പേര് ബിജിമോൾ എന്നാണ്. ദുബായ് ബിജിന്നോ ഒക്കെയാണ് ഇവരുടെ പേര് അറിയപ്പെടുന്നത്. ഇവരുടെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്ത് വഷളത്തരമാണ് ഇവർ വിളിച്ച് പറയുന്നതെന്ന്. ഇവർക്കൊരു നാക്കിനൊരു ലൈസൻസും ഇല്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരെ വിളിച്ച് ഇൻ്റർവ്യൂ ഇവരെ എടുക്കുന്ന കണ്ടു. ഇതൊക്കെ എന്ത് ഇവരെ ഇതുപോലുള്ള സ്ത്രീകളെയൊക്കെ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ഇതെന്ത് ഇനിയും വരുന്ന തലമുറയ്ക്ക് ഇവർ എന്താണ് കൊടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഇതുപോലുള്ള ഇങ്ങനത്തെ പ്രവൃത്തി കാണിച്ച് മുമ്പോട്ട് പോകണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള അലവലാദികളെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുന്നതെന്നുള്ളൊരു കാര്യം ചോദ്യം ആയിട്ട് അവശേഷിക്കുകയാണ്. ഇവർക്കൊക്കെ കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. അതും മക്കളൊക്കെ അത്യാവശ്യം പ്രായമുള്ള കുട്ടികളൊക്കെയാണ്. പക്ഷേ ഇവരുടെയൊക്കെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് ഭർത്താവാണ്, അതുപോലെ തന്നെ മക്കളാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ ദുബായിലോ മറ്റോ ആണ് ഇവർ ജോലി ചെയ്യുന്നത്. ജോലി എന്ന് പറയുന്നത് ഈ സൈസ് പ്രവർത്തികളായിരിക്കാം ചെയ്യുന്നത്. മസാജ് സെൻറ്ററും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളും കൂട്ടിക്കൊടുപ്പും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് നമുക്ക് ഈ അവരുടെ വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഇവർ പറയുന്ന ഇവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ റിലേഷനിൽപ്പെട്ട ഒരു സുഹൃത്ത് കൊണ്ടുപോയാണ് ഇവരെ കൊണ്ടുപോയി എന്തോ ചെറിയ ജോലിക്കെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പെടുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു പരാതിപ്പെടാം? ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവിടുന്ന് ഇങ്ങനെയൊക്കെയുള്ള ഇത് പ്രശ്നത്തിലേക്ക് വന്നെങ്കിൽ ഒരുപാട് മലയാളികൾ തന്നെ ദുബായിലൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും പരിചയപ്പെട്ട് ഇതുപോലെ വന്ന് അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണ്. എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ നാട്ടിൽ പോകണമെന്ന് അവർ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടുമില്ല. അതുതന്നെയല്ല, അവർ ഫാമിലിയായിട്ട് മക്കളെയൊക്കെ വെക്കേഷൻ ടൈമിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിതിന് ഇവരുടെ ഒരു ബിസിനസ്സായിട്ട് മാറ്റിയിരിക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവരത് തന്നെയല്ല, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ച് പറയുന്ന തോന്നിവാസങ്ങൾ, എന്തെല്ലാം അശ്ലീല വാക്കുകളും കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളും ഒക്കെയാണ് ഇവർ വന്നിട്ട് ലൈവിൽ വന്ന് പറയുകയും അതുപോലെ തന്നെ ഇവരുടെ വീഡിയോയിൽ പറയുകയൊക്കെ ചെയ്തു. ഇപ്പം തന്നെ നിങ്ങൾ കേട്ടതാണല്ലോ ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ. എത്രയോ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളാണ് മുതിർന്നവരെക്കാളും ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത കുട്ടികൾ വളരെ വിരളമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഈ അശ്ലീല വാക്കുകൾ, ഈ ഇതുപോലുള്ള പരിപാടികളൊക്കെയാണ് കുട്ടികൾ കാണുന്നതെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് പണം മാത്രം മതി എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും അവർക്ക് വിഷയമല്ല. മക്കൾ ചോദിച്ചാൽ അവർ പറയുന്നത് മക്കളെക്കുറിച്ച് മക്കൾക്ക് പിന്നീട് അതൊരു വിഷയമാകുകയില്ലേ, സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങളാകലേ, എന്തെങ്കിലുമൊക്കെ അവരെ പുച്ഛിച്ച് കാണുകയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പൊക്കോളൂ, ഇതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. കാരണം ഒരു
ഒരു അറിവുള്ള ഒരു കുട്ടിയെ ഒരിക്കലും ഇങ്ങനെയുള്ള തോന്നിവാസ തരങ്ങൾക്ക് നാളെ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ മോശം ആയിട്ട് കേൾക്കാൻ അവൻ്റെ അമ്മ അല്ലെങ്കിൽ അവളുടെ അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയും താല്പര്യപ്പെടുകയില്ല. ഇതുപോലെ മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് അമ്മ ചെയ്യുന്നതെന്ന് ഒരു കുട്ടിയും കേൾക്കാൻ താല്പര്യപ്പെടുകയില്ല. പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയൊക്കെയാണ്, യാതൊരു കുഴപ്പവുമില്ല, സപ്പോർട്ട് ചെയ്യും. ഇതുപോലുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ, ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ, ഇതുപോലുള്ള ഇങ്ങനെ എന്നാ ന്യൂഡ് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ പല ആളുകളെക്കുറിച്ചുള്ള വീഡിയോകൾ കാണുവാണെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ വീട്ടിൽ പ്രശ്നമില്ലേ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളെ പരിഹസിക്കുകയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ സപ്പോർട്ടും എൻ്റെ ഫാമിലി തരുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബം തരുന്നുണ്ട്, ഭർത്താവ് തരുന്നുണ്ട്, മക്കൾ തരുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്കാർക്കും എതിർപ്പില്ല. ഇവർക്ക് എല്ലാവർക്കും പണം മാത്രം മതി, മാനം വിറ്റിട്ടാണെങ്കിലും പണം സമ്പാദിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ സമൂഹത്തിലെ ഇനിയുമുള്ള തലമുറകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. കാരണം നന്നായിട്ട് ജോലിയെടുത്ത് ജീവിക്കാമെന്ന് കരുതുന്ന യുവതി യുവാക്കളും ഇതുപോലുള്ള കാര്യങ്ങൾ ആകൃഷ്ടരാകുകയും അവരൊക്കെ ഓർക്കുന്നത് അധികം വേർക്കാതെ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ലൈവിൽ വന്ന് സബ്സ്ക്രിപ്ഷൻ പരിപാടി പോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കാം എന്ന് കരുതുന്ന ആളുകളായി മാറും ഇങ്ങനെയുള്ള ആളുകളെ അനുകരിക്കാൻ പോയാൽ. അപ്പം അതുകൊണ്ട് ഇതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നിയമ നടപടികൾ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഇനിയും സ്ഥിതി രൂക്ഷമാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പം പുതിയ ഒരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ, സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്നും പറഞ്ഞുകൊണ്ട്. അതിലിപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള അശ്വനി എന്ന് പറഞ്ഞ പർപ്പിൾ ഓഫ് കേരള ആ ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ എത്രയോ 20,000 സബ്സ്ക്രിപ്ഷൻ ഉള്ള വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ. അത് ഇവർക്കൊക്കെ മാസം എത്രയോ ലക്ഷങ്ങളാണ്, 60 ലക്ഷത്തിന് മുകളിലാണ് ഇവർക്കൊക്കെ ഒരു മാസം സമ്പാദിക്കുന്നത്. ഇങ്ങനെ തുണി ഉരിഞ്ഞ് കാണിച്ച് ഇതുപോലുള്ള മോശമായ പ്രവൃത്തികൾ കാണിച്ച് കാട്ടിക്കൂട്ടുന്ന ഇതുപോലുള്ള വെടികളായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണെന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. ഈ സോഷ്യൽ മീഡിയ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, വൈകുന്നേരങ്ങളിൽ വന്ന് നോക്കുകയാണെങ്കിൽ കാണാം, ശരീര പ്രദർശനം നടത്തുന്ന സ്ത്രീകൾ, ലൈവിൽ വന്നിട്ട് ശരീര പ്രദർശനം നടത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നിമിഷ ബിജോയും ഈ ബിജിമോളും ഇവരൊക്കെ കാണിക്കുന്നതും ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും ഒക്കെ അത്രയും അശ്ലീല വാക്കുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്നും ഒരു സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള പരിപാടികളെ പ്രോത്സാഹിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന തലമുറയും ഇത് കണ്ട് പഠിക്കുകയും അതുപോലുള്ള പ്രവർത്തികളിലേക്ക് വഴുതി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം. ഒരു ഉളുപ്പും ഒന്നും ഇല്ലാതെയാണ് ഇങ്ങനെ കിടന്ന് തോന്നിവാസങ്ങൾ, ഇതുപോലത്തെ അശ്ലീല വാക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടായേ മതിയാവൂ. കാരണം ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ എണ്ണം നമ്മൾ ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ നോക്കിയാൽ കാണാം, ഒരുപാടെണ്ണം ഇങ്ങനെ തുനിഞ്ഞിറങ്ങി നടക്കുകയാണ് ഒരുമ്പെട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇതിന് സപ്പോർട്ടായിട്ട് നടക്കുന്ന വെറും എച്ചുകളായിട്ടുള്ള ഹസ്ബൻഡുമാരും അതുപോലെ തന്നെ അച്ഛനമ്മമാരും മക്കളും ഒക്കെ ഉണ്ട്. ഇതുപോലെ പണം മാത്രം മതിയെന്ന്, ഇതിനെന്തായാലും ഒരു വിലക്ക് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.